നമസ്കാരം. മലൈക്കോട്ട വാലിബൻ കളിയാക്കിയതും ഒറ്റപ്പെടുത്തിയതും കുറ്റപ്പെടുത്തിയതും ഒക്കെ മതി. കാരണം ലാലേട്ടൻ പണി തുടങ്ങി. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്തരത്തിലാണ് ഒരു പോസ്റ്റർ തന്നേക്കുന്നത്. കുറച്ചു മുമ്പ് ക്രിസ്മസിന് നമുക്ക് മെറി ക്രിസ്മസ് പറഞ്ഞ ഒരു പുതിയൊരു പോസ്റ്റർ തന്നിരുന്നു. 30 days to go എന്ന് പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി. അമ്മാതിരി കിടിലൻ പോസ്റ്റർ ആയിരുന്നു. കാരണം കേക്കോക്കോ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, കേക്കോക്ക് എന്നാണ് തോന്നുന്നത്, അങ്ങനെ വിളിക്കപ്പെടുന്ന റൊണാൾഡോ സെബാസ്റ്റ്യനൊക്കെ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നമ്മൾ യൂട്യൂബിൽ ചെക്ക് കഴിഞ്ഞാൽ അവതാർ എന്ന് പറഞ്ഞ സിനിമയിലെ കാണിക്കുന്ന സംഭവം, കാരണം യുദ്ധങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജീവൻ മരണ പോരാട്ടങ്ങൾക്ക് മുമ്പ്, അത് എന്തിന്റെ പേരിലാണെങ്കിലും അവിടുത്തെ ആ ഒരു പ്രത്യേക ഗോത്ര വിഭാഗക്കാർ അല്ലെങ്കിൽ ആ വില്ലേജിലുള്ള ഗ്രാമവാസികൾ അവരൊക്കെ കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനെ കൈയൊക്കെ ആക്കി ഇങ്ങനെ നിർത്തിയിട്ട് ലാലേട്ടൻ സെൻട്രൽ ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ നേരിടാക്കിയിട്ട് എന്തൊരു മന്ത്രം ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു സ്പിരിച്വൽ പരിപാടി. സോ ആ ഒരു വീഡിയോ കിടിലൻ വീഡിയോ ആയിരുന്നു. മലയാളത്തിൽ ഇങ്ങനെ ഒരു സാധനമോ എന്നൊക്കെ തോന്നുന്ന വീഡിയോ ആയിരുന്നു. സോറി, ഒരു പോസ്റ്റർ ആയിരുന്നു. അതിനുശേഷം ഇന്നൊരു സാധനം തന്നിട്ടുണ്ട്. സംഭവം മോർണിംഗ് വന്നിട്ടുണ്ട്. ഞാനത് കണ്ടിട്ട് ശരിക്കും അന്തം വിട്ടുപോയി. ഇതാണ് സാധനം. കിടിലെന്ന് പറഞ്ഞാല് എമ്മാതിരി പോസ്റ്ററാണ്. എന്താണത് നോക്ക് നിങ്ങൾ. ലാലേട്ടനെ ഫോക്കസ് ചെയ്തിട്ടൊരു കിടിലൻ പോസ്റ്റർ. കാരണം ഇത്രയും കാലം, അതായത് ഇതിനു മുമ്പൊന്നുമില്ല ഗ്ലിംസ് ആവട്ടെ, ടീസർ ആവട്ടെ, മറ്റ് അപ്ഡേറ്റുകളാവട്ടെ, ഒന്നും അത്രമാത്രം ഒന്ന് കൺവിൻസിങ് അല്ലെങ്കിൽ അത്രമാത്രം സാറ്റിസ്ഫൈഡ് അല്ല. ശരി, ലാലേട്ടൻ ഫാൻസ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള ആളുകൾക്ക് എവിടെയെങ്കിലൊക്കെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ഈസി ആയിരുന്നു. എന്തുകൊണ്ടോ ഉള്ളിൽ ഒരു സുഖമില്ലാത്ത പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഈ ക്രിസ്മസിന് വന്ന പോസ്റ്റർ കണ്ടപ്പോൾ എന്നെ സംബന്ധിച്ച് അതിന്റെ 10 ഇരട്ടി സാധനമായിരുന്നു. എന്നാൽ ഇപ്പൊ വന്നിരിക്കുന്നത് ആ പോസ്റ്ററിനേക്കാളും 10 ഇരട്ടി പവർഫുൾ ആയിട്ടുള്ള, ഒരു പക്ഷെ 100 ഇരട്ടി പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്കൊരു എന്താണിത് ലാലേട്ടാ, എന്താണിത് LJP എന്ന് ചോദിക്കാൻ തോന്നുന്ന തരത്തിലൊരു സാധനം തന്നിരിക്കുന്നത്. കിടിലൻ പോസ്റ്റർ, പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, കുറേ സംഭവങ്ങൾ അതിലുണ്ട്. അതിൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഇതിന്റെ ഒരു സോങ് അനൗൺസ്മെന്റ് വന്ന സമയത്ത് ഇതിൽ വന്നിരിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അതായത് ഒരു കാളവണ്ടിയിൽ ഒരാളിങ്ങനെ കൈയൊക്കെ നീട്ടി ചെണ്ടയെ കുട്ടി ഇങ്ങനെ വരുന്ന ഒരു സംഭവം. ആ കാളയാണെന്ന് തോന്നുന്നു 2 സൈഡിൽ ചത്ത് കിടക്കുകയാണ്. അതിനെ ആരോ തല്ലി അടിച്ച് നിലത്തിട്ടിട്ടുണ്ട്. അങ്ങനെ കിടക്കുകയാണ്, പൊടി പാറുന്നുണ്ട്. പിന്നെ കുറച്ച് തൊട്ട് ബേക്കിലായിട്ട് ലാലേട്ടന്റെ ആ റൈറ്റ് സൈഡിലായിട്ട് ബാക്കിലായിട്ട് ഒരു ബടൻ നിൽക്കുന്നുണ്ട്. അതല്ലാണ്ട് നമുക്ക് അവിടെ ഒരു കോട്ട കാണാം. അതിന്റെ മുകളിലൊക്കെ നമ്മുടെ ഫ്രഞ്ച് അല്ല, ബ്രിട്ടീഷ് തന്നെ ആയിരിക്കും, ബ്രിട്ടീഷ് പടയാളികളും അവിടുത്തെ ആ ഒരു ഓഫീസേഴ്സിനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ മുമ്പിൽ മണ്ണില്, പൂയിമണലാണ്, ആ മണ്ണില് ഇടത്തേകാലം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ച് മുട്ടും കുത്തി ആ മുഖത്തെ ഭാവം നിങ്ങൾ നോക്കൂ. ഒരു കൊടൂരമായിട്ടുള്ളൊരു ലുക്കില് ലാലേട്ടൻ മണ്ണിങ്ങനെ എടുത്തിട്ടുണ്ട്. അതായത് ആ മണ്ണില് ഞാൻ എവിടെ കാലം ഇത് എന്റെ മണ്ണാണെന്ന് പറയുന്ന തരത്തിൽ പരിപാടി ഉണ്ടല്ലോ, അവരുടെ കോട്ടയിൽ പോയിട്ട് അവരെ അടിച്ച് നിരത്തുന്നതിന് തൊട്ട് മുമ്പുള്ള കാലം. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ കോട്ട എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണത്, അതായത് എനിക്ക് തോന്നി കേട്ടോ അങ്ങനെ തന്നെ ആവണമെന്നല്ല, ബട്ട് ഇപ്പോ അവർ നിൽക്കുന്ന, അതായത് ബ്രിട്ടീഷുകാർ നിൽക്കുന്ന കോട്ട, അത് ഒരു നമ്മുടെ ചെങ്കോട്ട എന്നൊക്കെ പറയുന്ന പോലെ അവരുണ്ടാക്കിയിരുന്ന ഒരു കോട്ടയാണ്. ഒരു പക്ഷെ അതാണോ ഈ മലൈക്കോട്ട എന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ, എന്തെങ്കിലും അർത്ഥ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നത് അങ്ങനെ മലൈക്കോട്ടൈ വാലിബൻ, ഈ വാലിബൻ എന്ന് പറഞ്ഞ വാക്കിന്റെ കറക്റ്റ് അർത്ഥം എന്താണ് വരുന്നത്? മലൈക്കോട്ടയിലെ വാലിബൻ എന്നാണ് അല്ലെ? അപ്പോൾ ലാലേട്ടൻ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇത് ശരിക്കും ഒരു ഒരു ബ്രിട്ടീഷ് റൂളിലുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ അവര് പിടിച്ചടക്കുന്ന അല്ലെങ്കിൽ അടിച്ചമർത്തിയിരിക്കുന്ന ഒരു സ്ഥലം, അവിടുത്തെ ഒരു ഗോത്ര വിഭാഗം, അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന കുറച്ച് ആളുകൾ, അവരുടെ ഒരു നേതാവ് അല്ലെങ്കിൽ ആ നേതാവിനെ പോലെ അവർക്ക് വിശ്വസ്തനായ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുന്ന ഒരാൾ, അതാണ് ലാലേട്ടൻ. ഒന്നുകിൽ അവിടെ തന്നെ ജീവിച്ചു വന്ന ഒരാൾ, അല്ലെങ്കിൽ അവിടേക്ക് വരുന്ന ഒരാൾ, ഇതിലേതും ആയിരിക്കാം. അങ്ങനെ അവിടെ വിശ്വസ്തനാവുന്നു. എല്ലാം കൊണ്ടും, ഈ മന്ത്രവാദത്തിലാണെങ്കിലും മറ്റും ഒക്കെ ഒരു പിടിയുള്ള ഒരാൾ, മനസ്സിലായില്ലേ? എല്ലാത്തിലും ഒരു അർത്ഥമുള്ള ഒരു ജ്ഞാനിയായിട്ടുള്ള, എന്നാൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരാള്. അയാള് ഇവർക്ക് വേണ്ടി, ഒരുപക്ഷെ അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഈ കോട്ടയിൽ പോയിട്ട് ബ്രിട്ടീഷുകാരെ അടിച്ച് നിരത്തിയിട്ട് ആ ഒരു സ്വാതന്ത്ര്യം പിടിച്ചടക്കുന്ന തരത്തിലൊരു സംഭവം. അതായത് ഒരു വൺ ലൈൻ രീതിയിലൊരു സംഭവം പറഞ്ഞെന്നുള്ളൂ. അങ്ങനെയാണോ എന്ന് ഈ പോസ്റ്റർ കാണുമ്പോൾ സംശയം തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്ക് എന്തോ അങ്ങനെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. അതായത് അവരുടെ കോട്ടയിൽ പോയിട്ട് അടിച്ച് നിരത്തുകയാണ്, അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള ഒരു സ്ഥലം അത് പിടിച്ചടക്കിയിരിക്കണം അവര്, അപ്പൊ അവിടെ വെച്ചിട്ടുള്ള ഒരു അടി. ഇതെന്തായാലും ഒരു പൊടി പറക്കുന്ന അടി എന്നൊക്കെ നമ്മുടെ
വിജയ് ബാബു പറഞ്ഞപ്പോ അങ്ങനെ നമുക്ക് വിഷയം ഇയാൾ നീ തള്ളുകയാണോ എന്ന് തോന്നിപ്പോയി. പക്ഷെ ഇത് പൊട്ടി പറക്കൂട്ടോ. ഇതുവരെ മലൈക്കോട്ട വാലിബൻ ഇത്രയും ഹൈപ്പ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഇത്രയും കാത്തിരിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ഇപ്പോ ഈ പോസ്റ്ററും കൂടെ ആയതുകൂടി ശരിക്കും അത്രയും എക്സൈറ്റഡ് ആണ്, ശരിക്കും ഈഗർലി വെയിറ്റിംഗ് തന്നെ പറയാം. അത്രമാത്രം ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലാലേട്ടന്റെ കൈയിന്റെ കൂടെ ഒരു ഒന്നൊന്നര കൈ, മസിലൊക്കെ ബോഡിയൊക്കെ. ഈ താഴെ കമന്റിൽ ഉണ്ടായത് VFX ആണോടെ, കൈ ഒറിജിനൽ ആണോടെ എന്നൊക്കെ പറഞ്ഞു കുറെ ആളുകൾ അതിനെ കുറ്റം പറഞ്ഞിട്ടും നെഗറ്റീവ്സ്. അത് സ്വാഭാവികം, നല്ലതിനല്ലേ കുറ്റം പറയുള്ളൂ. സോ അത് സ്വാഭാവികം, അത് അവിടെ നിൽക്കട്ടെ, നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ അത് ചോദിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ കയ്യിലിപ്പോ VFX ആണെങ്കിലും ശരി, അല്ലെങ്കിലും ശരി, ഒറിജിനൽ ആണെങ്കിലും ശരി, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും ശരി, സംഗതി പൊള്ളിച്ചിട്ടുണ്ട്. അത് LJPക്ക് വിട്ടേക്ക്. അതിനിപ്പോ എന്താണെങ്കിലും LJP അത് മര്യാദയ്ക്ക് തന്നെ ചെയ്യുള്ളൂ. എനിവേ LJPയുടെ സിനിമകളിൽ ഇത്രയും കാലം വന്ന സിനിമകളിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സിനിമ തന്നെയായിരിക്കും മിക്കവാറും ഇത്. എന്തായാലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, മറ്റു സിനിമയിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമ ആവാൻ സാധ്യതയും ഇതിന് കാണുന്നുണ്ട്. മൂപ്പർക്ക് അടിപ്പടങ്ങളൊക്കെ മൂപ്പർക്ക് ഈസിയാണ്, നമുക്ക് ഓൾറെഡി അറിയാം. അങ്കമാലി ഡയറീസ് അടക്കം നമ്മൾ ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അപ്പുറത്തേക്ക് ഈ സിനിമയിൽ ഒരു മാസ് എലമെന്റ്, അതായത് നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, ലാലേട്ടനെ പോലെ ഒരു ആക്ടറിനെ കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ലാലേട്ടന് വലിയ കംബാക്ക് ആവശ്യമായിട്ട് നിൽക്കുന്ന സമയത്ത് നേരിൽ വന്നിട്ടുണ്ടെന്നല്ല ശരിയാണ്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കംബാക്ക് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് മലൈക്കോട്ട വാലിബൻ. അപ്പോ അതെന്ത് LJP എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പുള്ളിക്കാരൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതൊക്കെ മര്യാദയ്ക്ക് തന്നെ വരുന്നതാണ് തോന്നുന്നത്. എന്നെ സംബന്ധിച്ച് മേ ബി ഇത് ലാലേട്ടന്റെ സിനിമകളിൽ തന്നെ അല്ലെങ്കിൽ LJPയുടെ സിനിമകളിൽ തന്നെ എന്താ ഭയങ്കര കളക്ഷൻ നേടാൻ പോകുന്ന ഒരു ഭയങ്കര ഹൈ മാസ് പടമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്തരത്തിലാണ് ഇതിന്റെ പോസ്റ്റർ. ചുമ്മാ പറയുന്നതല്ല, കാരണം പറയാണ്ടിരിക്കാൻ കഴിയില്ല. എങ്ങനെ നമ്മൾ പറയാണ്ടിരിക്കും? അത്തരത്തിലാണ് ഇവര് പോസ്റ്റർ തരുന്നത്. 1 by 1 ഓരോ പോസ്റ്റർ വരുമ്പോഴും ഇങ്ങനെ ഹൈപ്പ് കൂടിയാണ് വരുന്നത്. അല്ലാതെ ആദ്യം ഒരു സാധനം തന്നിട്ട് അതിനേക്കാൾ കുറഞ്ഞ സാധനമല്ല, ആദ്യം തന്ന സാധനത്തിന്റെ 10 ഇരട്ടി ടോപ്പിൽ കിടക്കുന്ന സാധനമാണ് പിന്നീട് ഇവര് തരുന്നത്. സോ എന്തായാലും അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സീനൊക്കെ, ഇങ്ങനെയൊക്കെ ലാട്ടം വന്ന് നിൽക്കുന്ന സീനൊക്കെ കാണുമ്പോ എന്തായിരിക്കും ആ താടിയും മീശയും ആ മേലെ വെച്ച കുടുവെട്ടിയും മുടിയും കയ്യും മസിലും ഒക്കെ ആയിട്ടൊരു അജന ഗുസ്തിക്കാരൻ വന്നിങ്ങനെ നിൽക്കുന്ന ഒരു ഫീല് ഭയങ്കരമായിരിക്കും. എനിക്ക് എന്തോ വല്ലാത്തൊരു പ്രതീക്ഷ ഇത് സിനിമയിൽ തോന്നുന്നുണ്ട്. എന്തോ ഞാൻ എന്റെ മനസ്സിനോട് അങ്ങനെ പറയണം, വല്ലാണ്ട് ആഗ്രഹിക്കണ്ട. ഒരു പക്ഷേ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ പോലും നമുക്ക് അത് ചിലപ്പോ ഒരു ഡിസപ്പോയിന്റ്മെന്റ് തന്നേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞത് എന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ആസ് എ സിനിമ പ്രേമി എന്ന രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് എല്ലാവരും അങ്ങനെ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും മനസ്സിനെ നമ്മൾ അടക്കി നിർത്തുന്നു. ഓക്കെ, അടക്കി നിർത്തണം. എന്നിട്ട് വരട്ടെ, എന്താ വെച്ചാൽ നമ്മളത് എൻജോയ് ചെയ്യാം. അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പോസ്റ്റർ അടിപൊളിയായിട്ടുണ്ട്. വൺസ് അഗൈൻ ഹാറ്റ്സ് ഓഫ് അത് ചെയ്ത എല്ലാ ടീമും, ലാലേട്ടനും അത്രയും റിസ്ക് എടുത്തിട്ടുണ്ട് തോന്നുന്നു. സോ ഈ സീനൊക്കെ വരുമ്പോൾ ശരിക്കും പൊട്ടി പറക്കും. അതുപോലെ നമ്മുടെ എന്താ പറയാ, പുള്ളിക്കാരന്റെ പേരെന്തായിരുന്നു, ടീനു പാപ്പച്ചൻ പറഞ്ഞ പോലെ ഒരു പക്ഷേ തിയേറ്റർ കുലുങ്ങും. അപ്പോ അടിപൊളി പോസ്റ്റർ. എനിവേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും തീർച്ചയായിട്ടും കമന്റ് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തവരായിട്ട് കാണുന്നവരെ ഇനി കാണപ്പോറത് നിജം.